ഒരു സ്ഥലത്ത് തന്നെ ഒരുപാട് വ്യൂ പോയിൻ്റ് ഉണ്ട്. സൈഡുള്ള വ്യൂ പോയിൻറ്റുകളിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോയാൽ മെയിൻ കാഴ്ച നമുക്ക് നഷ്ടമാവും. അതുകൊണ്ട് നമ്മൾ വീണ്ടും നടക്കുകയാണ്. ഒരു ഡെഫിനിറ്റ് ടൈം സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് നിൽക്കുന്നത്. ബാക്കി ഷെഡ്യൂളുകൾക്കിടയിൽ എൻ്റെ ഒരു നെല്ലിമരം ഈ ചെറിയ രീതിയിൽ ഇളം മരമായി നിൽക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ. ഈ ഷെഡ്യൂളുകൾക്കിടയിൽ ഇതും കൂടി ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മളിതൊക്കെ സാധിക്കുന്നത്. എനിക്കിതിൽ നിന്നൊക്കെ മനസ്സിലായൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ട്രക്കിങ് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ ഫാറ്റ് ബേൺ ചെയ്യാൻ ഇങ്ങനെ ഇടയ്ക്കൊരു ട്രക്കിങ്ങൊക്കെ മതി. അപ്പോൾ ആക്ച്വലി എന്നും ജിമ്മിൽ പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലതാണെങ്കിൽ പോലും നമുക്കതുകൊണ്ട് കുറേ സ്ട്രെയിൻ വരും. ജിമ്മിലൊക്കെ എന്ന് പറഞ്ഞാൽ ട്രെയിനേഴ്സൊക്കെ വന്ന് മൊത്തം നമുക്ക് ഇടിച്ചു കുത്തി ചെയ്യേണ്ടി വരും. എത്ര ആൾക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലൊരു വീക്കിലി വൺസ് ഒരു ട്രക്കിങ്ങിന് സമയം ഉണ്ടാക്കിയിട്ട് 2 hours 3 hours ഒന്ന് നടന്നാൽ നമ്മൾ ശരിക്കും റിഫ്രഷ്ഡ് ആവും. ഇപ്പോൾ കയറ്റാണ്, അങ്ങോട്ട് പോകുമ്പോൾ ഡിഫിക്കൽട്ടാണ്. പക്ഷേ ജീവിതത്തിലെല്ലാ കയറ്റത്തിനും ഒരു ഇറക്കണ്ടെന്ന് പറഞ്ഞ പോലെ തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് കുറച്ചും കൂടി റിലാക്സ്ഡ് ആവും. മുന്നേ ഞാൻ കുഞ്ഞുങ്ങളൊക്കെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും പ്രയാസമായതുകൊണ്ട് ഞാൻ അധികം പോയില്ല. ഇതുണ്ടല്ലേ വെള്ളത്തുള്ളി ഇലയുമ്പോൾ വീണ് കിടക്കുന്ന ദൃശ്യം, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഞാൻ എത്ര ഫോട്ടോ എടുത്താലും മതിയാവാത്ത 2 കാര്യങ്ങളാണ്. ഒന്ന് ഈ ഇളം ഇലകളും അതേപോലെ വെള്ളത്തുള്ളി ഇലയുമേ പറ്റി നിൽക്കുന്ന അത് ഹാങ്ങിങ് ഡ്രോപ്പ് പോലെ നിൽക്കുമ്പോൾ അത് വേറെ ബ്യൂട്ടി തന്നെയാണ്. കുറേ പ്രകൃതിയുടെ കുറേ സംഭവങ്ങൾ നമ്മൾ പുറം രാജ്യത്ത് പോയി ഒത്തിരി നേരം കഴിഞ്ഞാൽ നമുക്കറിയാം. കണ്ടില്ലേ ഹാങ്ങിങ് ഡ്രോപ്പ്? നമ്മളെ നാടിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം. റിസോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഹാങ്ങിങ് ഡ്രോപ്പ് അത്ര ഫോക്കസ് ആവുന്നില്ല. വീണ്ടും കോടം മൂടിയിരിക്കുകയാണ്. ചിത്രശലഭങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതിലൂടെ പ്രദക്ഷിണം നടത്തുന്നുണ്ട്. ഞാനൊരു ഇതെല്ലാം ചിത്രശലഭങ്ങൾ